ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് മുട്ട വെച്ചിട്ട് നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. മുട്ടയുടെ മഞ്ഞ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടമാവും കേട്ടോ. നല്ലൊരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ളൊരു സ്നാക്സാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ 5 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഇതിലേക്കുള്ളൊരു ചമ്മന്തിയാണ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് ചെറിയൊരു കഷ്ണം സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. സവാളയ്ക്ക് പകരം ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു 3-4 അല്ലിയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി ചെറിയൊരു കഷ്ണം മാത്രം മതിയാകും. പിന്നെ ഒരല്ലി വെളുത്തുള്ളി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. ഇത് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 2-3 എണ്ണൊക്കെ എടുക്കാവുന്നതാണ്. ഇനി നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയിലും പുതിനയിലും ചേർത്ത് കൊടുക്കട്ടെ. ചെറിയൊരു പിടിയോളാണ് ഇത് രണ്ടും ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കണം, എന്നാലാണ് നല്ലൊരു കളറും നല്ലൊരു ഫ്ലേവറും ഇതിന് കിട്ടുള്ളൂ. ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതൊന്ന് അരച്ചുകൂടെ എടുക്കട്ടോ. അതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി ഇങ്ങനെ നൈസായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചിങ്ങനെ തരിതരിയായിട്ട് വേണം കേട്ടോ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഒരല്പം ഉപ്പ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കണം കേട്ടോ. കാരണം ഇതിൽ നമ്മൾ മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇങ്ങനെ കൂടുതലായിട്ട് വേണം കേട്ടോ ഇതിൽ. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള ആ ഒരു മുട്ട ഉണ്ടല്ലോ, അത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ രണ്ടായിട്ട് വേണം കേട്ടോ മുട്ട കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട്. എന്നിട്ട് ആ ഒരു മഞ്ഞ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കുക. മിക്സിയിലൊന്നും ഇട്ടിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം തന്നെ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചമ്മന്തി ഉണ്ടല്ലോ, അതിലോട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള മുട്ടയുടെ മഞ്ഞ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. പിന്നെ നിങ്ങൾക്കിതിൽ വേണമെങ്കിൽ ഒരല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ പിള്ളേർക്ക് കൊടുക്കുന്നത് കാരണം നല്ല എരിവിലല്ല കേട്ടോ അത് ഉണ്ടാക്കി എടുക്കേണ്ടത്. നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കുരുമുളക് പൊടി കൂടെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ആ ഒരു പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയെടുത്താലും മതിട്ട്, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു സമയത്ത് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫില്ലിങ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി മുട്ടയുടെ വെള്ളം എടുത്തതിന് ശേഷം ഇതുപോലെ ഈ ഒരു ഫില്ലിങ് ഒന്ന് നിറച്ച് കൂടെ കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരെണ്ണം കൂടെ എടുത്ത് ഇതുപോലെ ഒന്ന് നിറച്ച് കൂടെ കൊടുക്കുക കേട്ടോ. അതിന് ശേഷം രണ്ടും കൂടെ ഒന്ന് ഒട്ടിച്ച് കൂടെ കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്കൊരു ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ടൊന്ന് കുത്തി കൂടെ കൊടുക്കുക കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇതുപോലൊക്കെ ചെയ്യുമ്പോൾ കാണാനൊക്കെ ഇച്ചിരി ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ് കേട്ടോ അത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്